ഒറിജിനലായിട്ടുള്ള പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ പ്രാർത്ഥനയെന്ന് മാത്രമല്ല കിടക്കുന്നത്. എന്താണ്? മർക്കോസിൻ്റെ 9:29 അതിൻ്റെ ടിപ്പണിയിൽ നോക്കിയാൽ മനസ്സിലാകും. എന്താണ്? പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഇവറ്റകളെ ബഹിഷ്കരിക്കുവാൻ പാടാണ്. നോൻപിലേക്ക് വരികയാണ് നമ്മൾ. നോൻപ് എന്തിനു വേണ്ടി? നോൻപ് എന്തിനു വേണ്ടി? വെറുതെ എന്തിനാണ് വയറും വിശന്ന് നടക്കണമെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ്? വിശ്വാസിയുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? എന്ത് കഴിവാണ്? എന്ത് കഴിവാണ്? താബോറിൻ്റെ മുകളിൽ കണ്ട ആ കഴിവില്ലേ? ആ കഴിവാണ്. താബോറിൻ്റെ മുകളിൽ കണ്ട ഒരു കഴിവില്ലേ? എന്താണ്? അവൻ സൂര്യനെപ്പോലെ ശോഭിച്ചു, അവൻ തിളങ്ങി. ആധ്യാത്മികമായ തിളക്കങ്ങൾ നഷ്ടപ്പെട്ടവരാണ് സഭയെങ്കിൽ, സഭയിലുള്ള നമ്മളെങ്കിൽ ആ തിളക്കം വർദ്ധിപ്പിക്കുവാനും കഴിവ് വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് വലിയ നോൻപ് കാലം ആരംഭിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവ പൈതൽ എന്ന നിലയിലെ പരിശുദ്ധാത്മാവിന്റെ തിളക്കത്താൽ എന്നെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട് നാരകീയ ശക്തികളെ, ശക്തികളെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ധരിക്കുന്നതിന് വേണ്ടി എന്നെ അഭിഷേകം ചെയ്യണം. ഞങ്ങളെ ആത്മാവിൽ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവ് കരങ്ങളടിച്ചുകൊണ്ട് ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വേറെ ഒരു ആധ്യാത്മിക വിഷയം കൂടി ഈ പാസേജ് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്താ കാര്യം? അപ്പോസ്തലന്മാരുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ചോദ്യമുണ്ട്. ഈ താഴെ കാത്തു നിന്ന ആൾക്കാരുടെ എല്ലാം ഉള്ളിലൊരു പൗശന്യത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്. എന്താണ്? എന്തുകൊണ്ട് പത്രോസിനെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി? എന്തുകൊണ്ട് യോഹന്നാനെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി? എന്തുകൊണ്ട് യാക്കോബിനെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി? കാര്യം ഇതെല്ലാം കക്ഷികളെല്ലാം നമുക്കറിയാം ഇൻറ്റിമസിയുടെ ആൾക്കാരാണ്. കർത്താവുമായിട്ട് ഇപ്പോൾ പത്രോസാണ് സഭയെ നയിക്കാൻ വേണ്ടി ഇരുന്ന ആൾ. തീർച്ചയായിട്ടും ഭർത്താക്കന്മാർ വഴി ഭാര്യമാരും വിശുദ്ധീകരിക്കപ്പെടും. പല ഭാര്യമാരും ഇന്ന് വിശുദ്ധരായിട്ട് ജീവിക്കണ ഭർത്താക്കന്മാർ കള്ളു കുടിച്ചിട്ടാണ്. അവിടെ തോന്നിവാസ ജീവിതം കണ്ടപ്പോഴും അവൾക്ക് തോന്നി പ്രാർത്ഥിക്കണമെന്ന് തോന്നി, അവൾക്ക് തോന്നി ഉപവസിക്കണമെന്ന് തോന്നി, അവൾക്ക് തോന്നി ധ്യാനം കൂടണമെന്ന് തോന്നി, അവൾക്ക് തോന്നി ഉടമ്പടി ചെയ്യണമെന്ന് തോന്നി, അവൾക്ക് തോന്നി വിശുദ്ധീകരിക്കണമെന്ന് തോന്നി. ആരാണ് വിശുദ്ധീകരിക്കപ്പെട്ടത്? അപ്പോഴേ ഭർത്താവ് വഴി ഭാര്യ വിശുദ്ധീകരിക്കപ്പെട്ടു. എൻ്റെ ദൈവവേദന ഇതുപോലെ തന്നെയാണ്. മക്കൾ വഴി മാതാപിതാക്കന്മാർ വിശുദ്ധീകരിക്കപ്പെടും. മക്കൾ വഴി, അത് കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. മക്കൾ വഴി. ഇപ്പം പരീക്ഷ എഴുതുന്ന മക്കൾ തന്നെ അവരുടെ പരീക്ഷ പേപ്പറും പ്രോഗ്രസ് കാർഡുമൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കൊച്ചിന് ഉപരിപഠനത്തിന് അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് മനസ്സിലായി. പ്രോഗ്രസ് ഒരാൾ കണ്ടപ്പോൾ മിക്കവാറും 60% മാർക്കേ ഉള്ളൂ. 60% മാർക്കുമായിട്ട് ഇവ SLCയോ മറ്റു ഉപരിപഠനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് മനസ്സിലായി. ബുദ്ധിയും ബോധമുള്ള അമ്മ എന്തു ചെയ്യും? ഉടനെ ഉപവസിക്കും. എന്തിനാണ് ഉപവസിക്കുന്നത്? കഴിവ് വർദ്ധിപ്പിക്കാനാണ്. ആരുടെ? കൊച്ചിൻ്റെ കഴിവ് തീർന്നില്ലേ? പഠിക്കാനുള്ള കഴിവ് ഇല്ല കൊച്ചിന്. ഇപ്പോഴേ
അവൻ വല്ല വീഡിയോ ഗെയിമോ അല്ലെങ്കിൽ മൊബൈലൊക്കെ നോക്കി ഒക്കെ കണ്ട് അവൻ അതിൻ്റെ പുറകെ പോയി. അവൻ പഠിക്കണ കാര്യം അവൻ്റെ ശ്രദ്ധ നിൽക്കണില്ല. അവൻ പഠിത്തത്തിൽ കുറഞ്ഞ് വരുന്നു. അപ്പോൾ പിന്നെന്താ മാർഗം? മക്കൾക്ക് കഴിവില്ലെങ്കിൽ കഴിവ് നമ്മൾക്കുണ്ടാകണം. നമ്മളെങ്ങനെ കഴിവ് വർദ്ധിപ്പിക്കണത്? കൊച്ചിന് വേണ്ടി ഉപവസിക്കും. എത്ര ആ മാതാപിതാക്കന്മാരാണെന്നറിയാമോ? പരീക്ഷ എഴുതിക്കണതിരിക്കുമ്പോൾ കൊച്ചിൻ്റെ കൂടെ പോയിട്ട് സ്കൂളിൻ്റെ വരാന്തയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള പള്ളിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ പ്രാർത്ഥിക്കും? ഉപവസിച്ച് പ്രാർത്ഥിക്കും. അപ്പം കുട്ടി എന്താ കാര്യം? അവിടെ കഴിവ് അവർ പറയണത് എന്താണ്? എൻ്റെ ഈശോ, എൻ്റെ കുഞ്ഞിന് ഇത്ര കഴിവുള്ളൂ, ഇനി നീ വല്ലതും ചെയ്യാൻ മാത്രമേ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടത്തുള്ളൂ. അതിന് ഞാൻ എളിമപ്പെട്ട് നിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിസ്സാരമാണോ നോൻപെന്ന് പറയണത്? ഈ നോൻപെല്ലാം കഴിയുമ്പോൾ നമ്മളങ്ങ് ബലവാന്മാരായി മാറും. എന്താ കാര്യം? ബലവാൻ എന്ന് പറയണത് ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ്. ബലവാൻ ആരാണ്? ദൈവമാണ് ബലവാൻ. അപ്പോൾ ദൈവത്തിൻ്റെ ബലം നമ്മളിലേക്ക് കൊണ്ടുവരണത് എങ്ങനെയാണ്? ദൈവവുമായിട്ട് മുട്ടിയിരുന്നുകൊണ്ടാണ്, ദൈവവുമായിട്ട് സമീപം ഉപവസിച്ചുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഉപവാസത്തിന് എന്തെന്നാ പറയണത്? ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുക, മുട്ടിയിരിക്കുക. എന്തിനാണ്? ബലം ആനായ ദൈവത്തിൽ നിന്ന് ബലമില്ലാത്ത നമ്മൾക്ക് ബലം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ചേർന്നിരിക്കുന്നത്. ബലമുള്ള ദൈവത്തിൻ്റെ കൂടെ നമുക്ക് ബലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബലം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ബലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബലവാനായ അങ്ങയിൽ നിന്ന് അങ്ങയോട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ചേർന്നിരുന്നു കൊണ്ട് അങ്ങയുടെ ബലം പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ശക്തിപ്പെടുത്തുന്ന ദൈവമേ, തളർന്നവന് കരുത്ത് പകരുന്ന ദൈവമേ, പാപിക്ക് മോചനം നൽകുന്ന ദൈവമേ, ഞങ്ങൾക്ക് ശക്തി പകരണമേ കർത്താവേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ആശീർവദിക്കണമേ. ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. കരങ്ങളടിച്ചുകൊണ്ട് അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. എൻ്റെ പേര് സൽമ മറിയം. ഞാൻ തിരുനെല്ലൂർ സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ്. ഇതെൻ്റെ മോൻ ഫാബിയോ. ഇവന് കിട്ടിയ ഒരു രോഗാവസ്ഥയിൽ നിന്നുള്ള ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 29/11/2022 ഞാൻ എൻ്റെ ഫാമിലിയോടുകൂടി ഞങ്ങൾ ഇറ്റലിയിലെ റോമിലാണ് താമസിച്ചിരുന്നത്. എൻ്റെ മോന് 2022 4 വയസ്സായ സമയത്ത് 4 വയസ്സായ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയോ മറ്റുള്ള കുഞ്ഞുങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുകയോ ഇവൻ്റെ പേര് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. ആദ്യമൊന്നും എനിക്കിത് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ആ സമയത്ത് കോവിഡിൻ്റെ പ്രശ്നങ്ങളുള്ളത് കാരണം
ഞാൻ വളരെ കുറച്ച് സമയത്തേക്കാണ് ജോലിക്ക് പോയിരുന്നത്. ആ സമയത്ത് ഇവനെ നോക്കുവാനായിട്ട് സ്റ്റുഡൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും വരിക. ആ സമയത്ത് ഇവൻ ഏത് സമയത്തും മൊബൈലിലായിരുന്നു, അല്ലെങ്കിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടാണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ നോർമലായിട്ട് വിചാരിച്ചു അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ്. പിന്നീട് ഇവന് ഒരു 4 വയസ്സാകുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഇവൻ്റെ പീഡിയാട്രീഷ്യൻ പറഞ്ഞു ഇവനെ ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ വിടുകയും അസസ്മെൻറ്റ് കഴിയുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ പോയി ഇവനെ ഒരു തെറാപ്പി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവന് ലാംഗ്വേജ് കൺഫ്യൂഷൻ വളരെയധികമുണ്ട്. ഇവൻ മിങ്കിൾ ചെയ്യുന്നതാണെങ്കിലും ചിലപ്പോൾ ഇവിടെ ഇറ്റാലിയൻ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കൂടെയാണ് സ്കൂളിലും ഡേ കെയറിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഒന്നും തോന്നിയില്ല. വളരെ ഒരു പനി വന്നാൽ ഒരു കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാനത് മുഴുവൻ കേട്ടത്. ഒരു വിഷമം എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ അതിനുശേഷം എനിക്കൊരു മൂത്ത മകളുണ്ട്. മകളെയും ഇവനെയുമായിട്ട് ഞാൻ നാട്ടിലേക്ക് വരികയും എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുകയും ചെയ്യുമായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ഇവനെ വീണ്ടും ഒരു അസസ്മെൻറ്റിന് കൊണ്ടുപോയി. അവിടെ ചെന്ന് അസസ്മെൻറ്റ് എടുത്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇവൻ്റെ അവസ്ഥ എന്താണെന്നും അതിൻ്റെ രൂക്ഷാവസ്ഥ എന്താണെന്നും എനിക്ക് മനസ്സിലായത്. കാരണം എനിക്കൊരാങ്ങളെയാണുള്ളത്. ആൾക്കിപ്പോൾ 44 വയസ്സാവുന്നു. ആൾ ഒരു ഓട്ടിസ്റ്റിക്കാണ്. എൻ്റെ മകനും അതേ അവസ്ഥയാണെന്നുള്ളത് ഞാൻ അവിടെ വെച്ചാണ് റിയലൈസ് ചെയ്തത്. അതിനുശേഷം വളരെ വിഷമത്തോടു കൂടിയാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ആ സമയത്ത്, അതായത് ഞാൻ ഇറ്റലിയിൽ നിന്ന് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പാരൻസ് പറഞ്ഞിരുന്നു ഇവിടെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ പോയി ഇവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. പക്ഷേ ഞാൻ ചേർത്തലയിൽ തിരുനെല്ലൂരായിരുന്നെങ്കിലും എൻ്റെ കല്യാണശേഷം അധികം ഞാനിവിടെ നിന്നിട്ടില്ലാത്തത് കൊണ്ടും എനിക്ക് ഈ പള്ളിയെ പറ്റിയോ ഇവിടുത്തെ മാതാവിനെ പറ്റിയോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യം ഇതെൻ്റെ പപ്പ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ജീവിക്കുന്നത് റോമിൻ്റെ നടുക്കാണ്. ഒരു 20 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ എനിക്ക് വത്തിക്കാനിലേക്ക് പോകാനായിട്ട്. ഇവിടെ ഇല്ലാത്തൊരു മാതാവിൻ്റെ എന്ത് പ്രത്യേകതയാണ് അവിടെയുള്ളത്? ഇവിടെ മാതാവുണ്ടല്ലോ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഞാനത് കാര്യമാക്കിയില്ല. യൂട്യൂബിൽ കയറി എന്നാൽ കൃപാസന മാതാവിനെ പറ്റി ഒന്നും ഞാൻ സെർച്ച് ചെയ്തില്ല. ആ ഒരു സമയത്ത് എനിക്കതൊന്നും എൻ്റെ മൈൻഡിലില്ലായിരുന്നു. ഞാൻ തിരിച്ചിവനെയും കൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷം ഇവന് ആ സമയത്ത് തന്നെ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു തെറാപ്പി സെൻറ്ററിൽ ഇവനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി ഞാൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരെന്നോട് പറഞ്ഞു ഇവൻ മൈൽഡ് ഓട്ടിസ്റ്റിക് ആണ്, കുഞ്ഞിനെ നന്നായി കെയർ ചെയ്യണം. അപ്പം ജനറ്റിക് ആയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ, കാരണം എൻ്റെ ബ്രദർ ഓട്ടിസ്റ്റിക് ആണ്, അപ്പോൾ ഇത് 95% ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇവൻ മിംഗ്ലിംഗ് ഒക്കെ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതായത് 4 വയസ്സുള്ളൊരു കുഞ്ഞ് പറയുന്ന പോലത്തെ ഒരു കാര്യങ്ങളും ഇവൻ പറയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അതിനുശേഷം ഇവരെ ഉടമ്പടി എടുക്കാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണ സമയത്ത് ഇവനിവിടെ കിടന്ന് കൂവായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് ഞാൻ ആ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ അവിടെ ഇരുന്നത്. ആ ക്ലാസ് ഒന്നും ഞാൻ കേട്ടില്ല. ഇതൊന്ന് തീർന്ന് എനിക്ക് വീട്ടിൽ പോയാൽ മതിയെന്നായിരുന്നു എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഒരു അവസ്ഥ. ഇവൻ കാറുകയും ബഹളം വയ്ക്കുകയും, അപ്പോൾ ഇവനെ ഓൾറെഡി തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇവന് 90% ഒരു ഡയറ്റിലൂടെ ഇവൻ പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് അരി ആഹാരം മാത്രമേ ഇവന് കൊടുക്കാൻ പറ്റുള്ളൂ. ചോക്ലേറ്റ്സോ നമ്മളുടെ മറ്റൊരു ഫുഡും കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നോർമലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഇതുപോലൊരു സ്ഥാപനം ഇവിടെ വരുമ്പോൾ കുഞ്ഞിന് ഒരു ജ്യൂസോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. മറ്റുള്ള കുഞ്ഞുങ്ങളൊരു ബിസ്ക്കറ്റ് കഴിച്ചാൽ പോലും എൻ്റെ കുട്ടിക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എവിടെ പോയാലും ഇവനെ നമ്മുടെ അരി കൊണ്ടുണ്ടാക്കണ മുറുക്ക് അല്ലെങ്കിൽ അരി കൊണ്ടുണ്ടാക്കണ ദോശ, 6 മാസം ദോശ മാത്രം 3 നേരം കഴിച്ചാണ് എൻ്റെ കൊച്ച് ഈ നാട്ടിൽ വന്ന് ജീവിച്ചത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എങ്ങനെയൊക്കെയോ തിരിച്ചിവിടുന്ന് പോയി. പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയായിരിക്കാം. എനിക്ക് ആ ഉടമ്പടി 90 ദിവസം എന്നത് മാത്രമായിരുന്നു ഞാൻ അന്ന് ചിന്തിച്ചത്. പക്ഷേ ആ 90 ദിവസവും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത് പൂർണ്ണമായിട്ടും പാലിച്ചു എന്നുള്ളതാണ്. എൻ്റെ മോനെയും കൊണ്ട് 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ കാണുന്നവർക്കെല്ലാം കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുമായിരുന്നു. അമ്മ മാതാവിനെ പറ്റി ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാവരോടും പറയുമായിരുന്നു. അതുപോലെ ഇവന് തെറാപ്പി ചെയ്തിരുന്ന സെൻറ്ററിൽ ഞാൻ എല്ലാവരോടും ചെന്ന് പറയും, എൻ്റെ മകനെ ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിങ്ങളും പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പോഴിവനൊരു മാറ്റം എനിക്ക് അന്നൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ എന്ന് മാതാവിനെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങിയോ അതിനുശേഷം ഏകദേശം 1.5 ആഴ്ച എന്ന് പറയാം, ഇവൻ നന്മ നിറഞ്ഞ
മറിയമേ ആദ്യമായിട്ട് എന്നെ ചൊല്ലിക്കേൽപ്പിച്ചു. അന്ന് വരെ അമ്മ, വെള്ളം, താ, പോകാം എന്നൊക്കെ മാത്രം പറഞ്ഞിരുന്ന എൻ്റെ കുഞ്ഞ് ആദ്യമായി അത്രയും കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. അതിനുശേഷം ശാലൻ ടി വിയിൽ കുർബാന വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ കുർബാനയ്ക്ക് അവിടെ പോയി നിന്ന് കൂടും. അങ്ങനെ അത്യാവശ്യം മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാവാൻ തുടങ്ങി. കൃപാസന മാതാവ് എന്തോ ഒരു പ്രത്യേകത ഉള്ളതാണെന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങി. എവിടെ പോകുമ്പോഴും ഞാൻ തൈലം തേച്ച് കൊടുക്കുമായിരുന്നു, അതുപോലെ തേൻ കൊടുക്കുമായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ അതിന് മുടക്കം വരുത്തിയിട്ടില്ല. അങ്ങനെയാണ് അവനെ ഞാൻ തെറാപ്പിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 8 മാസം തെറാപ്പിക്ക് പോയി. എപ്പോഴത്തേക്കും തെറാപ്പി സെൻറ്ററിൽ അവർ തന്നെ പറഞ്ഞു, ഇനി ഒരു ഫോളോ അപ്പിന് നിങ്ങൾ വന്നാൽ മതി, ഇവനെ റെഗുലറായിട്ട് തെറാപ്പിക്ക് കൊണ്ടുവരണ്ട, കാരണം ഇവന് പ്രത്യേകിച്ച് ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആയിട്ടുണ്ടെന്ന്. ഏകദേശം ആ സമയമായപ്പോഴേക്കും ഇവൻ അത്യാവശ്യം വാക്കുകളൊക്കെ പറയാൻ തുടങ്ങി. അതായത് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ അത്യാവശ്യം ആൻസർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവനെ എൻ്റെ വീടിനടുത്തുള്ള LKG സെൻറ്ററിൽ കൊണ്ട് ചേർക്കുകയും അവിടെ KG സെക്ഷനിൽ പോകാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സ്കൂളിൽ പോയ സമയത്ത് ആദ്യമൊന്നും ഇവൻ ആരോടും മിങ്കിൾ ചെയ്യില്ലായിരുന്നു, ഒറ്റയ്ക്ക് ഇരുന്നായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. പതിയെ പതിയെ അവനൊരു കൂട്ടുകാരനായി, പിന്നെ കൂട്ടുകാരായി. പിന്നെ അങ്ങനെ സ്കൂളിൽ അവൻ്റെ ടീച്ചർ, വിദ്യ എന്നാണ് ടീച്ചറിൻ്റെ പേര്. ഈ സമയത്ത് ടീച്ചർക്ക് ഒത്തിരി നന്ദി പറയുന്നു, കാരണം ടീച്ചറിനെ അവൻ വിദ്യ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അവൻ്റെ ട്യൂഷൻ ടീച്ചറും ഇപ്പോഴും ആ ടീച്ചർ തന്നെയാണ്. ഒരുപാട് പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവനെ. അപ്പോൾ ഇവൻ അവിടെ പോയതിന് ശേഷം എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയാനൊക്കെ തുടങ്ങുമായിരുന്നു. പിന്നീട് തെറാപ്പി ഞങ്ങൾ പൂർണ്ണമായി സ്റ്റോപ്പ് ചെയ്തു. ഇവനെ അസസ്മെൻറ്റ് ചെയ്തിരുന്നത് പിന്നീട് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലായിരുന്നു. ഒരു മെഡിക്കേഷനും ഞങ്ങൾ ഇവന് കൊടുത്തിട്ടില്ല, ഓൺലി തെറാപ്പിയാണ്. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഇവന് ഡയറ്റ് ഇനി ആവശ്യമില്ല, ഡയറ്റ് ഇനി ഒന്നും നോക്കണ്ട, എന്ത് ഫുഡ് അവൻ ആവശ്യപ്പെട്ടാലും നിങ്ങൾ അവന് കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഡയറ്റും കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ നിർത്തി. അതിനുശേഷം ഇവനെ ഞങ്ങൾ 1ാം ക്ലാസ്സിലേക്ക് ചേർത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ KG സെക്ഷനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ആയമാരുണ്ടാവും, അല്ലെങ്കിൽ നന്നായി കെയർ ചെയ്യുന്നവരായിരിക്കും, കുറച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ സ്കൂളെന്ന് പറയുമ്പോൾ കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇവനവിടെ പോയാൽ പഠിക്കാൻ പറ്റുമോ, ഇവൻ മറ്റുള്ളവരോട് മിണ്ടുവോ, എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇവൻ സ്കൂളിൽ ചെന്നു, പഠിപ്പിച്ചു. ഇവന് കിട്ടിയ ക്ലാസ് ടീച്ചറും വളരെ നല്ലൊരു ടീച്ചറാണ്. എല്ലാ കാര്യങ്ങളും സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവൻ്റെ സ്കൂളിലുള്ള കുഞ്ഞുങ്ങളോടൊപ്പം മിങ്കിൾ ചെയ്യാനും കൂട്ടുകാരോട് അതായത് എത്ര കൂട്ടുകാരുണ്ടോ അത്ര പേരുടെ പേരും സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയാനും. ഇപ്പോൾ 7 വയസ്സായ ആൾക്ക് 7 വയസ്സായ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന അത്രയും അല്ലെങ്കിലും മാക്സിമം അവൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അവന് വന്ന സ്കൂളിലെ മാർക്സ് എല്ലാം, എക്സാം മാർക്സ് എല്ലാം എബോവ് 85-90% മാർക്കുണ്ട്. ഏറ്റവും നന്നായി എൻ്റെ മോള് വായിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഇപ്പോൾ വായിക്കും. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇവനെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ പള്ളിയിൽ അടങ്ങിയിരിക്കില്ല. ഇടയ്ക്ക് എന്നോട് വർത്താനം പറയും, എൻ്റെ മുടിയിൽ എപ്പോഴും പിടിച്ച് വലിക്കും, എന്നെ ഇറിറ്റേറ്റ് ചെയ്യും, പുറകെ നിൽക്കുന്നവരെ നോക്കും, പള്ളിയിൽ കിടന്ന് ഓടും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവനുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ 1ാം ക്ലാസ്സിൽ കാറ്റഗറിസത്തിൽ ഞാൻ ഇരുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഇവനെ പള്ളിയിലൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുപോയി ഇരുത്തും എന്നുള്ള രീതിയിൽ. അതായത് ഇവന് തെറാപ്പി നടക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ കൊണ്ടുപോകാറില്ലായിരുന്നു, എനിക്കിവനെ കുർബാന കാണാൻ പറ്റാത്തത് കൊണ്ട്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ ഞാനിവൻ നിന്ന സമയത്ത് ഞാൻ ഒരു കുർബാന നടന്നുകൊണ്ടിരിക്കുക, അതായത് ഏകദേശം ഒരു 2-3 ആഴ്ചയ്ക്ക് മുൻപുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവർ 1ാം ക്ലാസ്സിലാണ് കാറ്റഗറിസത്തിന് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പള്ളിയിൽ ഇവൻ നിൽക്കുന്ന ഭാഗത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇവന് വലിയ ഒച്ചകളൊന്നും ഇവന് ഇഷ്ടമില്ല, അവൻ ചെവി രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് നിൽക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇവൻ്റെ ടീച്ചറോട് പറഞ്ഞു, എൻ്റെ ഒപ്പം നിന്ന് കുർബാന കൂടിയിട്ട് കാറ്റഗറിസത്തിന് ഞാൻ കൊണ്ടിരുത്തിക്കൊള്ളാമെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഓക്കെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇവൻ എൻ്റെ ഒപ്പം നിന്ന് കുർബാന കൂടിയ ഒരു ദിവസം ഇവൻ നേർച്ച ഇടാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ടീച്ചറിൻ്റെ കയ്യിലാണ് നേർച്ച പൈസ കൊടുക്കേണ്ടത്, സ്റ്റുഡൻസ് എല്ലാവരും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് മേടിക്കാൻ വേണ്ടി എന്നോട് ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, ആകെ ഒരു കുർബാനയാണ് ഞാൻ കൂടുന്നത്, ഞായറാഴ്ച മാത്രമാണ് ഞാൻ ഈ പള്ളിയിൽ വരുന്നത്, അതും നീ കൂടിക്കത്തില്ലേ എന്ന് ചോദിച്ചു. ഇത്രയും ഞാൻ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ആ നേർച്ച പൈസ എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊടുത്തു, ഇനി എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവൻ ആ നേർച്ച പൈസയുമായിട്ട് നേരെ കാറ്റഗറിസം ടീച്ചറിൻ്റെ ഫ്രണ്ടിൽ ചെന്നു. പിന്നെ ഇവൻ തിരിച്ചു വന്നില്ല. ആ മുഴുവൻ കുർബാനയും ആ ബോക്സിൻ്റെ അടുത്ത് അൾത്താരയുടെ മുന്നിൽ നിന്ന് ഇവൻ ആ കുർബാന കൂടി. പിറ്റേ ആഴ്ചയും ഇതുപോലെ. അന്ന് എനിക്ക് വളരെ സന്തോഷം വന്നു, മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞ് വീട്ടിൽ പോയി. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പള്ളിയിൽ ചെന്നപ്പോഴും ഇവൻ എന്നോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്ന് മുന്നിൽ തന്നെ പോയി നിന്ന് കുർബാന കൂടിക്കോളാം എന്ന് പറഞ്ഞു. അമ്മ വരണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കുർബാന മുഴുവൻ കൂടുകയും അതിനുശേഷം അവൻ കാറ്റഗറിസത്തിന് പോവുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഞാൻ പുറകെയാണ് പള്ളിയിൽ വന്നത്. ഇവൻ്റെ ചേച്ചിയോടൊപ്പം ചേട്ടൻ്റെ ഒപ്പം
തന്നെ നേരത്തെ പള്ളിയിൽ പോവുകയും കുർബാന മുഴുവൻ നടന്നു കൂടുകയും അത് കഴിഞ്ഞ് കാറ്റഗിസം കൂടുകയും ചെയ്തു. എൻ്റെ മാതാവ് ഞാൻ ആഗ്രഹിച്ചാൽ അപ്പുറം കാര്യങ്ങൾ എനിക്ക് നടത്തി തന്നു. ഇതിന് അമ്മ മാതാവിനും ഉണ്ണി ഈശോയ്ക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെ ഒരുപാട് ജീവിത വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു. എന്നെ സ്വാധീനിച്ചൊരു വചനം എന്ന് പറയുന്നത്, നിങ്ങളെ തന്നെ വിശദീകരിക്കുവാൻ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. കാരണം എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് 2018 വരെ, 2018 എൻ്റെ കുഞ്ഞ് ജനിച്ചത്. 2018 മുതൽ 22 വരെ ഞാൻ അപൂർവമായിട്ടാണ് എൻ്റെ വീട്ടിൽ ജപമാല ചൊല്ലിയിരുന്നത്. കാരണം ഒരു യൂറോപ്യൻ ലൈഫിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് മുഴുവനും. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകും, തിരിച്ചു വരും, ബാക്കി സമയത്ത് കുഞ്ഞുങ്ങളെ പാർക്കിൽ കൊണ്ടുപോകും, ബീച്ചിൽ കൊണ്ടുപോകും. ഇവർക്ക് ആവശ്യമായ ലൗകികമായ ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളൊരു അമ്മയാണ്. പക്ഷേ കോവിഡിൻ്റെ സമയത്താണ് എൻ്റെ കുഞ്ഞുങ്ങളെ ആദ്യമായി ഞാൻ ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചതും പ്രാർത്ഥിച്ചതും. ഒരു പക്ഷേ രോഗം വരുമെന്നുള്ള ഭീതി എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം, അതെന്തെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മാതാപിതാക്കൾ വളരെയധികം പ്രാർത്ഥിക്കുന്നവരാണ്. അവരുടെ പ്രാർത്ഥന മൂലം ഞാൻ നശിച്ചു പോയില്ല. ഒരു സഹനത്തിലൂടെ ഈശോ എന്നെ വീണ്ടും ഈശോയിലേക്ക് അടുപ്പിച്ചു. എൻ്റെ കുഞ്ഞ് സൗഖ്യപ്പെട്ടു, സ്കൂളിൽ പോയി. അതിൻ്റെ സമാധാനത്തിൽ നിൽക്കുമ്പോഴും വേറെ ഒരു വലിയ മാനസിക പ്രശ്നം എന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 2025 വരെ. പക്ഷേ ഞാൻ അതെൻ്റെ സഹനമായി ഏറ്റെടുത്ത് എൻ്റെ ഈശോയ്ക്ക് സമർപ്പിച്ച് എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഈശോയുടെ മുന്നിൽ കൊടുത്തു. മറ്റുള്ളവരോട് പരാതി പറയുന്നത് നിർത്തി. മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ എന്തായിക്കൊള്ളട്ടെ, ഞാൻ എന്നെ തന്നെ വളരെയധികം എളിമപ്പെടുത്തി ജീവിക്കാൻ തുടങ്ങി. ആഡംബരമായ വില കൂടിയ ഡ്രസ്സും ഒരുപാട് സ്വർണവും അണിഞ്ഞാണ് ഞാൻ എപ്പോഴും പുറത്തു പോയിക്കൊണ്ടിരുന്നത്. എന്നെ തന്നെ എളിമപ്പെടുത്താൻ ഞാൻ എന്ന് തീരുമാനിച്ചോ അന്ന് എൻ്റെ കുടുംബജീവിതം ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് തിരികെ കിട്ടി. എൻ്റെ ജീവിതം തകർന്നു പോയി എന്ന് തന്നെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ്. അതെനിക്കിവിടെ വെളിപ്പെടുത്താൻ ഇപ്പോൾ പറ്റില്ല, അതുകൊണ്ട് മാത്രം ഞാനത് പറയുന്നില്ല. അത് എനിക്ക് തിരിച്ചു കിട്ടി എന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് ജീവിത വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ഈശോ എനിക്ക് തന്ന രണ്ടാമത്തെ സഹനമായിട്ട് ഞാനത് ഏറ്റെടുക്കുന്നു. ഇന്നലെ ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ഇനിയും ക്ലേശങ്ങളുണ്ടാവും, പക്ഷെ ഞാൻ പതറില്ല. എൻ്റെ ഈശോയുടെയും മാതാവിൻ്റെയും മകളായി എൻ്റെ മക്കളെ മരണം വരെ വിശുദ്ധിയിൽ വളർത്താനായിട്ട് എന്നെ അമ്മ മാതാവ് സഹായിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ തവണ ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ എഴുതിയ ഒരൊറ്റ കാര്യം, എൻ്റെ ജീവിതം വിശദീകരിക്കപ്പെടുവാനായിട്ട് എന്നെ വഴിതെളിക്കണമെന്നാണ്. ബാക്കി 5 നിയോഗങ്ങളും ഞാൻ മറ്റുള്ളവരുടെ കാര്യമാണ് വെച്ചേക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരിക്ക്, അത് ഓട്ടിസ്റ്റിക്കായ ഒരു കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ്, അവർക്ക് കുറേ കാര്യങ്ങൾ സാധിച്ചു തന്നതിന് അമ്മ മാതാവിനോട് അവർ നന്ദി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം, ഏതെങ്കിലും ഒരു സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്ക് മടിയില്ല. അതിനൊക്കെ എൻ്റെ മാതാവ് ഒരുക്കി തന്നതിന് ഈ നിമിഷം ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് മെൻ്റലി ഇതായിട്ട് മേലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആരോരുമില്ലാത്ത അനാഥാലയത്തിൽ കഴിയുന്നവർക്ക് വേണ്ടിയിട്ടും ഫുഡ് കൊണ്ട് കൊടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുകയും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യം എന്താണെന്നറിഞ്ഞ് അവരെ സഹായിക്കുകയും ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ വഴിയിൽ കാണുന്ന ആരാണെങ്കിലും എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടോ എന്നൊന്നും ഞാൻ നോക്കില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രായമായ ആരെ കണ്ടാലും എനിക്ക് എൻ്റെ പപ്പയാണ് ഓർമ്മ വരാറുള്ളത്. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, ചിലപ്പോൾ വലിയ പൈസയൊന്നും കയ്യിൽ കാണില്ല എങ്കിലും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതാണ്. പിന്നീട് പത്രം ഞാൻ കൊടുക്കുന്നത് വലിച്ചു വാരി ആർക്കും കൊടുത്ത് ആരുടെ അടിച്ചേൽപ്പിക്കാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ആ ആൾക്കത് വേണം എന്നെനിക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കുകയുള്ളൂ. ഞാൻ വിഷമിക്കുന്നൊരു കാര്യമല്ല, അത് ആവശ്യമുള്ളവരുടെ കയ്യിലേക്കാണ് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിലേക്ക് മാത്രമാണ് ഞാൻ ശ്രദ്ധ വയ്ക്കാറുള്ളത്. അതുപോലെ തന്നെ എൻ്റെ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം, എൻ്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ തൈലം നെറ്റിയിൽ തൂക്കാതെയും തേൻ കഴിക്കാതെയും ഈ നിമിഷം വരെയും ഒരു സ്കൂളിൽ പോയിട്ടില്ല. കൃപാസനത്തിൻ്റെ പത്രം അവരുടെ ബാഗുകളിൽ വെച്ചിട്ടുണ്ട്. കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ സ്റ്റിക്കർ അവരുടെ ബാഗുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോൻ റെഡിയായതിനു ശേഷം എത്ര സമയമുണ്ടെങ്കിലും അവൻ പറയുന്നത്, അമ്മ ആദ്യം കുരിശ് വരയ്ക്കുക. കാരണം അവൻ്റെ സ്കൂൾ വണ്ടി വന്നു കഴിഞ്ഞാൽ അവന് പോകാൻ പെട്ടെന്ന് അവൻ ഓടിപ്പോകും. അപ്പോൾ എന്നോട് പറയും, ചേച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാലും പറയും, അവൾ പിന്നെ പ്രാർത്ഥിച്ചോട്ടെ, എന്നെ അമ്മ കുരിശ് വരപ്പിക്കുക എന്ന് പറയും. അങ്ങനെ ആണ് അവൻ എപ്പോഴും സ്കൂളിൽ പോകാറുള്ളത്. എവിടെ പോയാലും അവൻ ആ നെറ്റിയിൽ തൈലം തൂക്കാതെ പോവില്ല. അവൻ്റെ കഴുത്തിലൊരു കൊന്തയുണ്ട്, അവനത് ഊരാറില്ല. കുളിച്ചിട്ട് ഊരിയിട്ട് ആ ഒരു സമയത്ത് മാത്രമാണ് അവനത് ഊരിക്കളയാറുള്ളത്. അവന് അത്രമേൽ മാതാവിൽ അവന് വിശ്വാസമാണ്. അതുപോലെ തന്നെ
ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനോട് ഞാൻ എൻ്റെ സഹനങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുവല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊരു സമയത്ത് എൻ്റെ വീട്ടിൽ തിരിയിൽ മാതാവിൻ്റെ ഒരു രൂപം തെളിഞ്ഞു വന്നു. അതിൽ ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ആങ്ങള ഓട്ടിസ്റ്റിക്കാണ്. അപ്പോൾ എൻ്റെ വിഷമങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറയായിരുന്നു, എനിക്ക് പറയാൻ ആരുമില്ല, എൻ്റെ കാര്യങ്ങൾ പറയാനോ കേൾക്കാനോ ആരുമില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം ഒന്നും നമുക്ക് അവരോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അമ്മ മാതാവിൻ്റെ തിരിയുടെ രൂപത്തിൽ വന്ന അമ്മയുടെ മുന്നിലാണ് ഞാൻ ഇന്ന് എൻ്റെ എല്ലാ വിഷമങ്ങളും ഇറക്കി വെക്കുന്നത്. ഈ ദിവസം ഇന്ന് രാവിലെ പോന്നപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് പോന്നു, ഞാൻ നന്ദി പറയാനായി പോവുകയാണ്, എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത്രയും അനുഗ്രഹം നൽകിയ എൻ്റെ അമ്മ മാതാവിന്, ഉണ്ണി ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിനും എനിക്കും സ്തുതി.